അങ്ങനെ മിഥുന മാസമായി. ഇനി ഇടവം, മിഥുനം, കർക്കിടകം, ഈ ഒരു രീതിയിലാണല്ലോ വന്നത്. ഇടവം കഴിഞ്ഞ് മിഥുനമായി, കർക്കിടകം. ഇനി കുറച്ച് നാളൂടെ കഴിയുമ്പോൾ കർക്കിടകം എത്തും അല്ലേ, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പിന്നെ നമ്മുടെ ചിങ്ങമാസമാണ്. ചിങ്ങം എന്ന് പറയുമ്പം കർക്കിടകത്തിൻ്റെ ആ ഒരു പഞ്ഞത്തരം എല്ലാം മാറി പുതിയൊരു ഉണർവാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മഴ എന്ന് പറയുമ്പോൾ ചിങ്ങത്തിന് മുമ്പുള്ള മഴ അത് ഒരുപോലാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും മഴയാണ്. അങ്ങനെ കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്ത് ഇല്ലേ, അവിടെ നിന്നൊന്നും ഇങ്ങനെ വെള്ളം ഒഴുകി ഇല്ലേ, എല്ലാ തോടുകളിലൂടെയും നദികളിലൂടെയും വന്ന് അത്രയും നാൾ കെട്ടിക്കിടന്ന എല്ലാ മോശമായ വസ്തുക്കളെയും തല്ലി തകർത്ത് എല്ലാം ശുദ്ധീകരിച്ച് ഇല്ലേ, എല്ലാം കൊണ്ടുവന്ന് കടലിലേക്ക് എത്തുകയാണ് ആ വെള്ളം. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പറയും, അതായത് മലനാട്ടിലെ ആ വെള്ളം, ആ മണ്ണും അവർക്ക് കടലിനോടുള്ള ഇഷ്ടം കൊണ്ട് കടലിലേക്ക് ചെന്ന് ചേരാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രയത്നമാണ് ഈ വെള്ളപ്പൊക്കവും ഈ മഴയത്തുണ്ടാകുന്ന ഈ മണ്ണിടിച്ചിലും. അത് ഇങ്ങനെ നമ്മളിപ്പം മണ്ണിടിച്ചിലെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും ഇതൊക്കെ ആ കടലിലേക്ക് വന്ന് ചേരാനുള്ള അവരുടെ ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ ആക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രകൃതി നടത്തുന്ന ഒരു സ്നേഹപ്രകടനം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെ കഥകൾ പോലിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തായാലും കിഴക്കുള്ളവരെല്ലാവരും എവിടെ വന്ന് അവസാനിക്കും? പടിഞ്ഞാറാണ് അവസാനിക്കുന്നത്. കിഴക്കുള്ള നമ്മൾ ഇപ്പം മഴ സമയമാകുമ്പോഴത്തേക്കും കിഴക്കൻ വെള്ളം വരികയെന്ന് പറയും. അപ്പോൾ അതിനൊപ്പം എന്തെല്ലാം ഉള്ള ജീവികളും മരവും തടിയും എല്ലാം തന്നെ ഒഴുകി ആറ്റിക്കൂടെയും തോട്ടിക്കൂടെയൊക്കെ വരാറുണ്ട്. തോടെന്ന് പറയുമ്പോൾ ചെറിയ തോടല്ല, വലിയ തോട് കേട്ടോ. കൈത്തോടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലെ ഉപകരണങ്ങൾ സഹിതം ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ എല്ലാം ചെന്ന് ഈ വെള്ളത്തിൻ്റെ എല്ലാം ചെന്ന് അവസാനിക്കുന്നത്, എല്ലാ വെള്ളത്തെയും സ്വീകരിക്കാൻ പ്രാപ്തമായിട്ടുള്ളത് ഒന്ന് കടൽ തന്നെയാണ്. ആ സമയത്തൊക്കെ കടലിന് ഭയങ്കര ശബ്ദമായിരിക്കും. ഏകദേശം നമുക്കിവിടെ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മഴ നല്ലപോലെ ശക്തമാകുമ്പോൾ കടലിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ പഴയ ആൾക്കാർ പറയും ശബ്ദം ഒരുപാടുണ്ടെങ്കിൽ കടൽ വെള്ളം എടുക്കുന്നതാണെന്നോ ഇല്ലെന്നോ ഒക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. എന്തൊക്കെയോ നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം അതും മനസ്സിലാക്കി അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് പ്രകൃതിയുടെ ജീവിതം അല്ലെങ്കിൽ പ്രകൃതിയിൽ എന്താണ് നടക്കുന്നത്, അതിലെ പ്രതിഭാസങ്ങളെക്കുറിച്ചോ അതിൽ എന്താണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് പ്രകൃതിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അല്ലേ. എന്തായാലും മഴ ഏകദേശം ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഇതിന് ശേഷം ഇനി കുറച്ച് നാളത്തേക്ക് വെയിൽ വരും. ഇത് കഴിഞ്ഞ് പിന്നെ കർക്കിടകത്തിൽ നല്ല മഴ വരും. അത് കഴിയുമ്പോൾ വരുന്ന വെയിലിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ പറഞ്ഞു, ഓണം വരുന്നുണ്ട്, ഓണവെയിൽ. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടോ, ഇതേ ഓണവെയിലാണ്, അടുത്ത മഴയ്ക്ക് മുമ്പ് ഉണക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണക്കി വയ്ക്കുക. അതായത് മുളകും മല്ലിയൊക്കെ ഉണക്കി പൊടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെയിലാണ് ആ ഓണവെയിൽ. എല്ലാ സാധനങ്ങളും ഓണത്തിന് വേണ്ടി കരുതി വയ്ക്കാൻ, പിന്നെ നമ്മളെ വീട് വൃത്തിയാക്കാനും എല്ലാത്തിനുമുള്ളൊരു ടൈമാണ് ആ ഒരു വെയിലെന്ന് പറയുന്നത്. അപ്പോൾ ആ വെയിലിടയ്ക്ക് കിട്ടുമ്പോൾ അതൊക്കെ വീട്ടമ്മമാർ യഥാവിധത്തിൽ ഉപയോഗിച്ചോളുക. ഓക്കെ.